ഡോക്ടർ ഹാരിസ് അദ്ദേഹം കുറേ വിഷയങ്ങൾ ഉയർത്തിയിരുന്നു. ഇപ്പോൾ ഡോക്ടർ അവിടെ ഒരു സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യമുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ മരുന്നുകൾ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പല ലെയറുകൾ, പല തട്ടുകൾ കടന്ന് അഡ്മിനിസ്ട്രേറ്റീവ് സെഷൻ്റെ ഔദാര്യത്തിന് ഡോക്ടറെ കാത്തു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായപ്പോഴാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചത്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതിപ്പെട്ടിട്ട് പോലും അതിന് പരിഹാരം ഉണ്ടായില്ലെന്ന് പറഞ്ഞു. അത്തരം വിഷയങ്ങളിൽ എന്ത് സമീപനമാണ് വേണ്ടത്? പരിഹരിച്ചേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ UDF ഹെൽത്ത് കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണാവകാശം കൊടുക്കണം. ഏറ്റവും ആദ്യം പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകൾക്ക്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ആലപ്പുഴ, തൃശ്ശൂർ, കോട്ടയം, ഇങ്ങനെ കോഴിക്കോട്, ഇവർക്കൊക്കെ സ്വയംഭരണാവകാശം വേണം. ഈ ഓരോ പ്രാവശ്യവും സെക്രട്ടറി തൊട്ട് താഴെ ക്ലർക്കിൻ്റെ അടുത്ത് വരെ ഈ 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് കടലാസ് പോകുന്നത് ഗതികേടാണ്. അത് ഭരണം ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ മെഡിക്കൽ കോളേജിന് ഫണ്ട് കൊടുക്കുക, ബജറ്റിൽ വകയിരുത്തി ഫണ്ട് കൊടുക്കുക, അവർക്ക് പുറത്തുനിന്ന് ഫണ്ട് റേസ് ചെയ്യാനുള്ള സംവിധാനം കൊടുക്കണം. ഈ മുൻ വിദ്യാർത്ഥികൾ, ധനികർ, ഇങ്ങനെ പലരും കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അവർ തയ്യാറാകുകയും ചെയ്യും. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ സ്വയംഭരണം കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതിൽ ചെറിയ മെഡിക്കൽ കോളേജുകളൊക്കെ ഉണ്ട്, അതിന് ഇതിൻ്റെ സാറ്റലൈറ്റ് സെൻറ്റേഴ്സ് ആക്കിയാൽ മതി. ഇപ്പോൾ ഒരു ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന് സാറ്റലൈറ്റ് സെൻറ്ററായിട്ട് പുതിയ മെഡിക്കൽ കോളേജിനെ വരും. അപ്പോൾ ഇവർ ഒരുമിച്ച് ഭരണവും നടക്കും. ഇവിടെ ഉള്ളത് എക്സ്ട്രാ വരുന്ന അവർ കൊടുക്കും, അല്ലെങ്കിൽ അവിടെ ഉള്ള ഇങ്ങോട്ട് എടുക്കും. ഇങ്ങനെ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുന്നതാണ്. സെക്രട്ടേറിയറ്റ് തീരുമാനിക്കേണ്ടതല്ല മെഡിക്കൽ കോളേജിൽ ഒരു എക്യുപ്മെൻറ്റ് വാങ്ങണമെന്ന് വിചാരിച്ചാൽ.